പണ്ട് പണ്ട് വൃന്ദാവനത്തിലെ യമുനാ നദിക്കരയിൽ നമ്മുടെ ഉണ്ണിക്കണ്ണനും കൂട്ടുകാരും പന്ത് കളിക്കുകയായിരുന്നു. ചിരിയും കളിയുമായി അവർ ആ ദിവസം ആഘോഷിച്ചു. പെട്ടെന്നാണ് ആ അബദ്ധം സംഭവിച്ചത്. അവരുടെ പന്ത് യമുനാ നദിയിലെ ആഴമേറിയ ചുഴിയിലേക്ക് വീണുപോയി. ഭയങ്കരമായ വിഷമുള്ള കാളിയൻ പാമ്പ് വസിക്കുന്ന ഇടമായിരുന്നു അത്. കൂട്ടുകാർ തടഞ്ഞെങ്കിലും തന്റെ പന്ത് തിരിച്ചെടുക്കാനായി ധൈര്യശാലിയായ കണ്ണൻ ആ വിഷപ്പൊയ്കയിലേക്ക് എടുത്തു ചാടി. പെട്ടെന്ന് ജലപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ട് അനേകം തലകളുള്ള ഭയാനകമായ കാളിയൻ പാമ്പ് ഉയർന്നുവന്നു. നദിയിലെ വെള്ളം വിഷം കൊണ്ട് തിളച്ചുമറിഞ്ഞു. എന്നാൽ നമ്മുടെ കണ്ണൻ ഭയപ്പെട്ടില്ല. അവൻ കാളിയന്റെ അഹങ്കാരമടക്കാൻ ആ പാമ്പിന്റെ തലയിലേക്ക് ചാടിക്കയറി മനോഹരമായി നൃത്തം ചെയ്യാൻ തുടങ്ങി. അതായിരുന്നു അത്ഭുതകരമായ ആ കാളിയമർദ്ദനം. കണ്ണന്റെ ചുവടുകളേറ്റ് കാളിയന്റെ അഹങ്കാരം തകർന്നു. അവൻ കണ്ണന്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചു. ഇനി ആരെയും ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പു നൽകി കാളിയൻ യമുന വിട്ടുപോയി. കണ്ണൻ സുരക്ഷിതനായി തിരിച്ചു വന്നത് കണ്ട് ഗോപാലന്മാരും ഗ്രാമവാസികളും സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു. വൃന്ദാവനം വീണ്ടും സുരക്ഷിതമായി. കൃഷ്ണലീലകൾ വാഴ്ത്തി എല്ലാവരും ആനന്ദിച്ചു.